AK ഷാനിബ്, ഇപ്പോൾ ആരാണ് സംരക്ഷകർ എന്നതാണ് നമ്മുടെ ചോദ്യം. ഷാനിബ്, ആരാണ് സംരക്ഷകർ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ സംരക്ഷണത്തിൽ ഇപ്പോൾ കോൺഗ്രസിലെ ചില നേതാക്കൾ, കർണാടകയിലെ ചില നേതാക്കൾ, അവിടെ ഒരു അഭിഭാഷകയുടെ വീട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സുരക്ഷിതനായി നിൽക്കുന്നതെന്നും അവിടെ നിന്ന് ചിലർ ചില വിവരങ്ങൾ, അവർക്ക് വേണ്ട വിവരങ്ങൾ പോലീസിൽ നിന്ന് ചിലർ നൽകുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം ഇപ്പോൾ 10ാം ദിവസത്തിലാണല്ലോ നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അപ്പോൾ അറസ്റ്റ് വിലക്കുന്നു എന്നുള്ളത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു കേസിൽ വന്നിരിക്കുന്നു. രണ്ടാമത്തെ കേസിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. അറസ്റ്റ് വിലക്കില്ല എന്ന് വേണമെങ്കിൽ വായിക്കാം. ആ കേസ് അവിടെ നിൽക്കുകയാണ്. അതിൽ മുൻകൂർ ജാമ്യത്തിൽ തീരുമാനം തിങ്കളാഴ്ചയാവുകയുള്ളൂ. അപ്പോൾ ആരാണ് സംരക്ഷകർ? AK ഷാനിബ്. തീർച്ചയായും നമ്മുടെ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ശ്രീ അനിൽ ബോസ് അദ്ദേഹം സംസാരിച്ച് അത് പൂർണ്ണമായി നമ്മൾ വേറെ ഇടപെടലൊന്നും ഇല്ലാതെ അത് പൂർണ്ണമായി കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആരാണ് ഇയാളെ സംരക്ഷിക്കുന്നത്. അയാൾക്ക് തിരിച്ചു വരാനുള്ള വഴികളുണ്ട് എന്ന് തന്നെയാണല്ലോ ഇപ്പോഴും പറയുന്നത്. അല്ലാതെ അയാളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടൊരു നിലപാട് അനിൽ ബോസും ഈ ചർച്ചയിൽ പോലും എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പെൺകുട്ടികൾ പരാതി പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. തുടക്കം മുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേസിൻ്റെ ബാക്കി വിശദാംശങ്ങൾ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് പെൺകുട്ടികൾ പരാതി പറയാൻ മുന്നോട്ട് വരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണ്? ഇയാൾക്ക് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. ഇയാൾ MLA ആണ്. ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കോൺഗ്രസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒപ്പമുള്ള, ഇപ്പോൾ വടകര MP ആണെങ്കിലും കോൺഗ്രസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയപ്പെടുന്ന നേതാവുമായി വളരെയധികം ബന്ധം പുലർത്തുന്ന, ഇപ്പോഴും തള്ളി പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഈ പെൺകുട്ടികൾ പരാതി പറയാൻ തയ്യാറാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ അവർ അനുഭവിക്കുന്ന സോഷ്യൽ മീഡിയയിലും മറ്റും അവർ അനുഭവിക്കുന്ന ഈ അതിക്രമങ്ങൾ, ഈ പറയുന്ന ഈ ഫാൻസ് അസോസിയേഷനായിട്ടുള്ള ഈ വടകര MPയുടെയും ഈ പറയുന്ന സൈക്കോപാത്തിൻ്റെയും ഫാൻസ് അസോസിയേഷൻകാർ നടത്തുന്ന ഈ അതിക്രമങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്ന അവിടെയാണ്. ഇവർക്ക് പരാതി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, ഇയാളെ MLA സ്ഥാനത്ത് പുറത്താക്കണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ അനിൽ ബോസ് തന്നെ, ബഹുമാനായ അനിൽ ബോസ് തന്നെ അങ്ങ് പറഞ്ഞു, അങ്ങേക്കും അറിയാമല്ലോ എന്ന് അനിൽ ബോസിനോട് പറയുമ്പോൾ അദ്ദേഹം അതിൽ ഇടപെട്ട് സംസാരിക്കുകയാണ്. എവിടെ അറിയാമെന്ന് ചോദിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളല്ലല്ലോ, ഞാൻ എല്ലാ ചർച്ചയിലും നമ്മളിത് പറയുകയാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഉമാ തോമസ് MLAയും അതുപോലെ ഷാനിമോൾ ഉസ്മാനും അതുപോലെ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയും KC വേണുഗോപാലിൻ്റെ പത്നിയും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ് ഇയാൾ രാഷ്ട്രീയത്തിൽ തുടരാൻ തന്നെ അർഹനല്ല എന്ന് കൃത്യമായി പറഞ്ഞത് വെറുതെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പുറത്തല്ലല്ലോ. അവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ, ശരിയായ രീതിയിൽ അങ്ങ് ചോദിച്ചതുപോലെ പ്രതിപക്ഷ നേതാവിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ. അപ്പോൾ എന്നിട്ടും ഇപ്പോൾ ശ്രീ അനിൽ ബോസ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണല്ലോ അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹം എന്നിട്ടും പറയുന്ന അയാൾക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ കേസിൻ്റെ പ്രശ്നവും. ഇത് സംരക്ഷണം കൊടുക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഈ VD സതീശനെ പോലെയുള്ള നേതാക്കൾ ഇയാളെ പുറത്താക്കണം, ഇയാൾക്കെതിരെ നടപടിയെടുക്കണം, ഇയാളെ എനിക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം, ഇയാൾക്കെതിരെ നടപടി എടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം, ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറഞ്ഞതിന് ശേഷം, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞതിന് ശേഷവും ഇയാൾ പാലക്കാട് വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ മറ്റെല്ലാം പോയിക്കോട്ടെ, വോട്ട് ചോദിക്കാൻ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരും എന്നൊക്കെയാണല്ലോ കോൺഗ്രസ് ന്യായീകരിച്ചത്. എനിക്ക് ബഹുമാന്യനായ അനിൽ ബോസിനോടുള്ള നേരിട്ടുള്ള ചോദ്യം, ഇയാളെ പ്രൈമറി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം, ഇയാൾ പാർട്ടിയുടെ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഇയാൾ എങ്ങനെയാണ് സ്ക്രൂട്ടിനി യോഗത്തിൽ പങ്കെടുത്തത്? UDF സ്ഥാനാർത്ഥികളുടെ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ പത്രിക, നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ഇയാൾ പങ്കെടുക്കുകയാണ്. മാത്രമല്ല അവിടെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറി, പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവാണ് അദ്ദേഹം. ഇയാളുടെ എല്ലാ പരിപാടിയിലും, തറക്കല്ലിടൽ പരിപാടി എന്ന പേരിൽ ഇയാൾ നടത്തിയ, നടിമാരെ കൊണ്ടുവന്നൊക്കെ നടത്തിയ പരിപാടികളിലൊക്കെ പ്രധാന ആളായിട്ട് ഇവർ നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആ ദിവസം വരെ എല്ലാ സംരക്ഷണവും കൊടുത്തു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അയാൾ ഒളിവിലാണ്. എങ്ങനെയാണ് ഇതുപോലെ ഒരാൾക്ക്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾക്ക് ഇതുപോലെ കർണാടകയിൽ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണെന്ന് പറയപ്പെടുന്നു. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വിവരം, അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടൊരു വിവരം കിട്ടിയതായിട്ട് എനിക്കറിയില്ല. പക്ഷേ കർണാടകയിലാണ് ഇയാൾ ഉള്ളത് എന്ന വാർത്തകൾ വരുന്നുണ്ട്. കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എങ്ങനെയാണ് നേരെ ഇയാൾക്ക് കർണാടകയിൽ പോയി അവിടെ സുരക്ഷിതനായിട്ട് ഇരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അവിടെ ഇരുന്ന് വക്കീലിനെ ബന്ധപ്പെടാൻ കഴിയുന്നത്? എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും
ആ കർണാടക പോലീസ് കൂടെ സഹായമുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ കേരള പോലീസിനെ ഇടപെട്ടിട്ട് ഈ പ്രതിയെ പിടിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിന് ആ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അങ്ങനെ എല്ലാ തരത്തിലും ഇപ്പോഴും അയാൾക്ക് സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിനിയൻ ജോർജിൻ്റെ വാർത്ത, ഇന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത, റിനിയൻ ജോർജിൻ്റെ വീട്ടിൽ പോയി ഒരാൾ ഭീഷണിപ്പെടുത്തുകയാണ്. ഇനിയെങ്ങാനും ഈ സൈക്കോപാത്തിനെതിരെ പറഞ്ഞാൽ നിങ്ങളെ വെച്ചേക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അതുപോലെ അവർ സോഷ്യൽ മീഡിയയിലും ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ ചെയ്യുന്നത് ഇത്രയും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഈ പെൺകുട്ടികൾക്കുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസ് എന്താണ് ചെയ്യുന്നത് ചോദ്യം സ്വാഭാവികമായും സർക്കാരോടുണ്ടാകും. ഈ ആഭ്യന്തര വകുപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദ്യമുണ്ടാകും. മുഖ്യമന്ത്രി ഇപ്പോൾ 2 ദിവസമായി മുഖാമുഖം തുടങ്ങിയിട്ട്, മുഖാമുഖം 5 ദിവസത്തേക്കാണല്ലോ. ഈ 2 ദിവസവും കോൺഗ്രസിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനാകുന്നുണ്ട്. പോലീസ് നടപടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലീസ് നടപടി എടുത്തുകൊള്ളും എന്ന വാചകങ്ങളിൽ അദ്ദേഹം ചുരുക്കുകയാണ്. പോലീസാണല്ലോ ഇനി ആക്ട് ചെയ്യേണ്ടത്. ഇനി പോലീസിനാണ് നടപടിയെടുക്കാൻ കഴിയുക. 10 ദിവസമായിട്ടും പോലീസിനെ കൺവെട്ടിച്ച് ഇയാൾക്ക് പോകാൻ കഴിയുന്നെങ്കിൽ പോലീസിനെന്തോ കുഴപ്പമുണ്ട്. അങ്ങനെയല്ല, ഞാൻ ഇപ്പോൾ തന്നെ അറിയാം, നമുക്കറിയാം ഇന്ന് മറ്റൊരാളുടെ, ഒരു രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയതായിട്ടുള്ള വാർത്ത, ഇപ്പോൾ തൊട്ട് മുമ്പ് ആ വാർത്തയാണല്ലോ നിങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അതുപോലെയുള്ള ആളുകൾക്കെതിരെ നമ്മൾ നടപടി എടുക്കുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ആ പെൺകുട്ടിയെ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പുതുതായിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി, ഒരു പരാതിക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എന്ന പേരിൽ ഒരു കല്യാണ ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടത്. അങ്ങനെ എല്ലാ തരത്തിലും ആക്രമിക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ കേസെടുക്കുന്നുണ്ട്. വെറുതെ കേസെടുത്ത് വിടുന്നു എന്നല്ല, എല്ലാ തെളിവുകളോടും കൂടി കേസെടുക്കുന്നു. അവർക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി ശക്തമായ ഇടപെടലുകൾ കോടതി നടത്തുന്നു. അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കർണാടകയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഷാരിഫ്, അവിടുത്തെ ഏതൊരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിന്റെ സംരക്ഷണയിലാണ് എന്നും പേരില്ലാതെ പറയുന്നുണ്ട്. അവിടെ ഒരു അഭിഭാഷകയാണ് ഒളിത്താവളം ഒരുക്കിയെന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ മാധ്യമങ്ങൾ കിട്ടുന്നെങ്കിൽ പോലീസിന് എന്തായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഷാനിബിന് കേട്ടുകൂടെ? ഷാനിബ്, ഞാൻ ചോദിച്ചത് ഇപ്പോൾ കർണാടകത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നു. അവിടെ ഒരു കോൺഗ്രസ് നേതാവിന്റെ സഹായത്തോടു കൂടി അവിടെ ഒളിവിൽ കഴിയുകയാണെന്ന് പറയാം. ഒരു അഭിഭാഷകയുടെ വീട്ടിലാണെന്നാണ് കേൾക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാധ്യമങ്ങൾ കിട്ടാമെങ്കിൽ പോലീസിന് എന്തൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാകും? അപ്പോൾ പോലീസിന് എന്താണ് തടസ്സം? ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയായിരിക്കും പോലീസിനെ സംബന്ധിച്ച് എന്ന് പറയുകയാണ്. കേരള പോലീസിന്റെ റോൾ എന്താണ് ഇക്കാര്യത്തിൽ? ഈ പറയുന്ന റിനിക്ക് നേരെ വധഭീഷണി ഉണ്ടാക്കാനും വീട്ടിലെ ഗേറ്റ് അടിച്ചു തകർക്കാനും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്താനും പറഞ്ഞു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? അല്ല, തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിനി പരാതി കൊടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിലെ പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും. കർണാടകയിൽ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തിടുക്കം കാണിക്കുന്നതായിട്ട് എന്തായാലും നമുക്കാർക്കും അഭിപ്രായമില്ലല്ലോ. എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇയാൾക്കെതിരെ കേരള ഗവൺമെൻറ് CPM ഗൂഢാലോചന നടത്തുന്നു എന്നുള്ള അധിക്ഷേപമായിരുന്നല്ലോ. രാഷ്ട്രീയപരമായി കേസെടുക്കുന്നു, തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കുന്നതിന് വേണ്ടിയാണ്, അങ്ങനെയൊക്കെയാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പറയുന്നത് ഇയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് നമുക്കെന്തോ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങിലും ഞങ്ങൾ സംസാരിക്കുന്നത് പെൻഷനെ കുറിച്ചും വീട് കൊടുത്തതിനെ കുറിച്ചും മറ്റേ ഈ സ്ത്രീകൾക്ക് പെൻഷൻ സ്ത്രീകൾക്ക് പെൻഷൻ കൊടുത്തതിനെ കുറിച്ചും യുവാക്കളെ പെൻഷൻ കൊടുത്തതിനെ കുറിച്ചും റോഡ് വികസനത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഈ വിഷയം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു, അതിൻ്റെ വീഡിയോ വരുന്നു, ആളുകൾ ഇയാളെ കൂക്കി വിളിക്കുന്നു. ഇങ്ങനൊരു വിഷ്വൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളോടൊപ്പം വികസന കാര്യങ്ങളോടൊപ്പം അതൊരു ബോണസ് തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് വ്യക്തിപരമായി ഇയാൾ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് 2 ഇടി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മുടെ നയം അതല്ല, നമ്മുടെ നിയമപരമായ കാര്യവും അതല്ല. അയാൾക്ക് ഇനിയിപ്പോൾ അയാൾ എത്ര കഠോര ഹൃദയനാണെങ്കിലും അയാൾക്ക് ഈ പറയുന്ന നിയമത്തിൻ്റെ വഴിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനും കൂടിയുള്ള സമയം കൊടുത്ത് വ്യക്തമായ തെളിവുകളോടെ എന്നുള്ള വാദം പറയരുത്. ഒന്ന് ചെയ്യുക എന്നുള്ളതാണ്.
ഇവിടെ പോലീസ് പരക്കം പാകുകയാണെന്നൊരു വസ്തു പറയുക, നമ്മളല്ലല്ലോ. അതിനുശേഷം അല്ല, അത് നിയമപരമായി ഒക്കെ നീങ്ങട്ടെ, സാവകാശം അങ്ങ് കൊടുക്കുകയാണ്. ഇനി അങ്ങോട്ട് ഔദ്യോഗികമായിട്ട് ഒരു തിരക്കുമില്ല. അതെങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? ഇത്രയും ദിവസം തിരക്ക് അഭിനയിക്കുകയായിരുന്നു. അപ്പോ ഞാൻ പറയുന്നത് അതല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അയാളെ സുരക്ഷിതമായി ഇവിടെ നിന്ന് മാറി നിൽക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. അത് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള അങ്ങനെയാണെങ്കിൽ ആരൊരുക്കുന്നു, പേര് പറയണം, ആരൊരുക്കുന്നു, അയാളെ പിടിക്കണം, അയാൾക്കെതിരെയും കേസ് എടുക്കാമല്ലോ. ഒരു ക്രിമിനൽ കേസ് പ്രതിക്ക് സംരക്ഷണം ഒരുക്കിയാൽ അയാൾക്കെതിരെയും കേസില്ലേ? അല്ല, വരും ദിവസങ്ങളിൽ ഉറപ്പാണല്ലോ, അതെല്ലാം വരുമല്ലോ. വരും ദിവസങ്ങളിൽ അതിന്റെ മുഴുവൻ തെളിവുകളും വരും ദിവസം എന്ന് പറയുമ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ ഇതിങ്ങനെ പോകട്ടെ എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് തിരിച്ചു പറയുമ്പോൾ അതിനൊരു മറുപടി വേണമെന്നേ. അതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വേണമെങ്കിൽ അയാളെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് അയാളെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്ന ഒരു വീഡിയോ വന്ന് ആളുകൾ കൂക്കി വിളിക്കുന്നു. ഇതെല്ലാം ഞങ്ങൾക്കൊരു ബോണസാണ്. ഞങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ ഇതൊരു വിഷയമേ അല്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പെൻഷൻ ഇല്ലാത്തതും ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിച്ചതും ആ കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ കേസല്ലല്ലോ. ഇത് അതോടൊപ്പം കോടതിയിലെ 2 ഉത്തരവുകൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ബാധിക്കുക? അത് അനുകൂലമാണോ പ്രതികൂലമാണോ? 2 കാര്യങ്ങളും പറയാൻ പ്രശാന്ത് പത്മനാഭനുമുണ്ട്, ശ്രീ കെ എം ആന്റണിയുമുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.